വ്ലോഗർ ചിന്നു പാപ്പുവിന്റെ ആൺ സുഹൃത്ത് തൂങ്ങി മരിച്ച നിലയിൽ. കാസർഗോഡ് ചൌക്കി സ്വദേശി സന്ദേശാണ് മരിച്ചത്. ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സന്ദേശിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, പറയൂ. അരുൺ, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതായി എപ്പോഴാണ് അറിയുന്നത്? എന്താണ് സംഭവിച്ചത് അരുൺ? ഇന്ന് ഉച്ചയോടെയാണ് ചൌക്കി സ്വദേശിയായിട്ടുള്ള സന്ദേശിന് 29 വയസ്സാണ് സന്ദേശിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ ആണ് എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത വ്ലോഗർ ചിന്നു പാപ്പുവിന്റെ ആൺ സുഹൃത്താണ് സന്ദേശിനെ ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അതിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സന്ദേശിന് മറ്റ് ബന്ധങ്ങളോ പ്രേരണയോ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഈ സന്ദേശിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചത്. ഇപ്പോൾ എന്താണ് ഈ ജീവനൊടുക്കാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വ്ളോഗറായിട്ടുള്ള ചിന്നു പാപ്പുവിന്റെ മരണത്തിന് പിന്നാലെ തന്നെയാണ് ഈ ആത്മഹത്യ കൂടി ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഈ സന്ദേശിനെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയുണ്ടായിരുന്നു. സന്ദേശിനൊപ്പമാണ് ചിന്നു പാപ്പു കഴിഞ്ഞ കുറെ കാലമായി താമസിച്ചിരുന്നത്. അവർ തമ്മിലുണ്ടായ തർക്കവും പ്രശ്നവുമാണ് ഈ ചിന്നു പാപ്പുവിന്റെ ജീവനൊടുക്കലിലേക്ക് നയിച്ചത് എന്ന ആരോപണമൊക്കെ ഈ ചിന്നു പാപ്പുവിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഈ സന്ദേശിന്റെ ഫോണും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഈ ആത്മഹത്യയിലേക്ക് പ്രേരണ നയിക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് കാരണമാകുന്ന എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ സന്ദേശിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ബോധ്യമായത്. അതിന് പിന്നാലെയാണ് സന്ദേശിനെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തത്. പെട്ടെന്നാണ് ഇപ്പോൾ സന്ദേശ് കൂടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന വിവരം പുറത്തു വരുന്നത്. ഇന്ന് ഈ സന്ദേശിനെ ഫോൺ ഉൾപ്പെടെ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്നാണ് സുഹൃത്തുക്കൾ ബന്ധുക്കളോട് ഈ കാര്യം പറയുന്നത്. പിന്നീടാണ് മുറിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് സന്ദേശിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിലെല്ലാം ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ വിശദമായ അന്വേഷണം. ആദ്യം ചിന്നു പാപ്പുവിന്റെ മരണം, അതിൽ ആൺ സുഹൃത്തും ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുകയാണ്. ഇതിൽ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അരുൺ, ഈ അന്വേഷണം പോയിരുന്നത് ഈ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നല്ലോ അല്ലെ? അതിൽ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങളൊക്കെ തേടിയിരുന്നു. ഇതിപ്പോൾ എവിടെയാണ് ആത്മഹത്യ ചെയ്തത്? റോഷ്നി, തീർച്ചയായും ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യയിൽ ആദ്യം തന്നെ കുടുംബം, പ്രത്യേകിച്ച് ചിന്നു പാപ്പുവിന്റെ പിതാവ് ഉൾപ്പെടെ ആരോപിച്ചിരുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ചിന്നു പാപ്പു വിവാഹമോചനത്തിന് ശേഷം ഈ ആൺ സുഹൃത്തായ സന്ദേശിനൊപ്പമാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും അവർ ഒരുമിച്ചാണ് യാത്ര ചെയ്യുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. അവർ തമ്മിൽ സ്ഥിരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നതാണ് കുടുംബം ആരോപിച്ചിരുന്നത്. ആ പ്രശ്നം മറ്റൊരു കാരണം ആത്മഹത്യക്ക് ഇല്ല എന്നതായിരുന്നു കുടുംബം പറഞ്ഞത്. അതിനുശേഷമാണ് പോലീസ് അതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി സന്ദേശിനെ കസ്റ്റഡിയിലെടുത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. വിശദമായി തന്നെ ചോദ്യം ചെയ്തു. സന്ദേശിന്റെ ഫോൺ പരിശോധിച്ചു. ഇവർ തമ്മിലുള്ള ചാറ്റുകൾ, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം പരിശോധിച്ചു. പക്ഷെ അതിലൊന്നും ഈ ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ ഇടപെടൽ സന്ദേശിന്റെ ഭാഗത്തുണ്ടായി എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർ തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ മറ്റു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. ചിന്നു പാപ്പു മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്നൊക്കെ സന്ദേശിനോട് ചോദിച്ചിരുന്നു. പക്ഷേ സന്ദേശ് അന്ന് പറഞ്ഞത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ താൻ സമാധാനിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നതാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പിന്നീട് അതിൽ കൂടുതൽ സന്ദേശിന്റെ ഇടപെടലില്ല എന്ന് വ്യക്തമായതോടെ കസ്റ്റഡിയിൽ നിന്ന് സന്ദേശിനെ വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ദിവസങ്ങൾക്കിപ്പുറം ഇപ്പോൾ ഈ ആൺ സുഹൃത്ത് കൂടി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇൻഫ്ലുവൻസറായ ചിന്നു പാപ്പുവിന് പിന്നാലെ ഇതിപ്പോൾ ആൺ സുഹൃത്തും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്.